ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്ന് ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ. ഇന്നെന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. റൈസ് വെച്ചിട്ടൊരു അരിയുണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുറുവ റൈസ് എന്ന് പറയും. 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പും കൂടി എടുക്കാം. 250 ml 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും വൃത്തിയായിട്ടൊന്ന് കഴുകണം. ഒരു പാത്രത്തിലേക്ക് ഇട്ടു. വെള്ളമൊക്കെ നന്നായി ഊറ്റിക്കളയണം. കഴുകിയെടുത്തു. ഒരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഒത്തിരി ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു. ഇതൊന്ന് മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ ഇങ്ങനെ പൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. മതി, എടുക്കാം. രണ്ടാമത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വറുത്തെടുക്കാം. കേട്ടോ, എല്ലാം അങ്ങനെ ഞാൻ എല്ലാം വറുത്തെടുത്തു. ശർക്കര 350 ഗ്രാം മേലെ ഉണ്ടാവും. ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അതിലോട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് വേഗം ആവാൻ വേണ്ടിയിട്ട്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ശർക്കര ഏകദേശമൊക്കെ ഉരുകി തുടങ്ങി. ഇതൊന്ന് അരിച്ചെടുക്കണം. കുറച്ച് നിലക്കടല അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം മിക്സിയിലിട്ടിട്ട്. ഒരു വെള്ളമില്ലാത്ത ജാറ് കഴുകി നന്നായി തുടച്ചിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഇതിട്ട് കൊടുക്കാം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് കേട് വരും, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. ഇങ്ങനെ മതിയാവും കേട്ടോ. ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. വറുത്ത ചട്ടി തന്നെയാണ്, അതുകൊണ്ട് അതിൽ കറുപ്പൊക്കെ അങ്ങനെ വീണു കേട്ടോ. അതിൽ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അരമുറി തേങ്ങ ചിരവിയതാണ്, ഇതിട്ട് കൊടുക്കാം. ഈ തേങ്ങയൊക്കെ ഒന്ന് ചൂടാക്കിയില്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് സാധനം കേട് വന്നു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കണത് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുക്കണം. ഇങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ വറുക്കുമ്പോൾ നെയ്യിൻ്റെയും ഇതിൻ്റെ കൂടെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് മതിയാവും. ഒരുപാടായാലും അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇത് പിന്നെ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചെങ്കിലും ചൂടാക്കുന്നത്. വറുത്തത് നമുക്കിതിലോട്ട് കൊട്ടിക്കൊടുക്കാം. തേങ്ങ വറുത്തത്. ഇപ്പോൾ അരിയൊക്കെ വറുത്ത് വെച്ച് നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ ഫൈനായിട്ട് പൊടിയണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു തരിയോടുകൂടി ഇങ്ങനെ മതിയാവും. കൊട്ടിക്കൊടുക്കാം നമുക്കിതിൽ. ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അതിലോട്ട് ശർക്കര പാനി അരിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആ ചീനച്ചട്ടിയിലേക്ക് ഞാൻ ഇത് നേന്ത്രപ്പഴം ഹൽവയാണ്. തേങ്ങാപ്പാൽ, ശർക്കര, പിന്നെ നേന്ത്രപ്പഴം അതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് കുറുക്കിയെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ അത് ഭയങ്കര കട്ടിയായിട്ടിരിക്കണം. ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരു ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചൂട് തട്ടിയപ്പോൾ അതൊക്കെ അങ്ങനെ ഉരുകി തുടങ്ങി. ഈ ഒരു പാകം മതിയാവും.
ഈ നേന്ത്രപ്പഴം കുറേയൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോരോ തരത്തിൽ നമുക്കിങ്ങനെ വ്യത്യസ്തമായ ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഒന്ന് കഴിച്ച് മടുപ്പ് പിടിക്കുമ്പോൾ വേറൊരു തരത്തിലേക്ക് ഇങ്ങനെ പോവാം. ഭയങ്കര ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യും. ഒന്ന് ചൂട് തട്ടുമ്പോഴത്തേക്കും ഒക്കെ അങ്ങനെ ഒരുങ്ങിയതായി. ഇപ്പോൾ ഈ പരുവായി, ഹൽവയുടെ പരുവായി കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് കൊട്ടിക്കൊടുക്കാം. ഇതപ്പോൾ അത് കൊട്ടിയിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലേശം ഏലക്കാപ്പൊടിയും ചേർക്കാവുന്നതാണ്. ഞാൻ ചേർത്തിട്ടില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതാ വേറെ കുറച്ച് ഞാൻ മിക്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെറുതെ ശർക്കര പാനി മാത്രം ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം ഒരു തരത്തിൽ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഒന്നും ഇടുന്നില്ല, വെറുതെ ഇങ്ങനെ. ഇതിനൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഇത് കഴിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസമായിരിക്കും ഇതിന് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിലോട്ട് പിടിച്ചിട്ട് അതൊക്കെ ഒന്ന് നന്നായി അരിയൊക്കെ കുതിർന്നിട്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് മാവ് പൊടിയെടുക്കുക, ഇങ്ങനെ ഉരുളയാക്കുക, എന്നിട്ട് ഈ പൊടിയിൽ ഇങ്ങനെ മുക്കിയെടുക്കുക കേട്ടോ. അരി വറുത്ത പൊടി കുറച്ച് മാറ്റി വെച്ചതാണ്, അതിൽ തന്നെ ഇങ്ങനെ മുക്കിയെടുക്കുക കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള 2 തരം സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കിയത്.